എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമ്മൾ ഒരു കാർട്ടൂണിൻ്റെ ഒരു ആശയം തിരഞ്ഞെടുക്കുമ്പോൾ ഇന്നത്തെ ഈ വാർത്താ നിലവാരവും നമ്മുടെ ചുറ്റുപാടും പ്രചരിക്കുന്ന വാർത്തകളുടെ വച്ച് നോക്കുകയാണെങ്കിൽ CAA ആണ് പ്രധാന ഒരു സംഭവം. അതായത് നമ്മുടെ പൗരത്വ നിയമം സംബന്ധിച്ച ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ എന്നാലും അതിന് തുല്യമായിട്ട് പ്രാധാന്യം നൽകുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി. സമ്പദ്സ്ഥിതിയുടെ തകർച്ച കാരണം സർക്കാരിന് ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ദൂരത്ത് ഒരു വശത്ത് നിർവിഘ്നം തുടരുന്നുണ്ട്. അതായത് മന്ത്രിമാരുടെ വീടുകൾ മോടി പിടിപ്പിക്കാനും അവരുടെ സൗകര്യങ്ങൾ കൂട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ വാരി പകർന്നുണ്ട്. ഈയിടെയും നമ്മുടെ മന്ത്രി രാജൻ്റെ വീട് മോടി പിടിപ്പിക്കാനായിട്ട് എത്രയോ ലക്ഷം രൂപ അനുവദിച്ചെന്നൊരു വാർത്തയുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നമ്മുടെ ട്രഷറിയിൽ കഴക്കൂട്ടൻ ട്രഷറിയിൽ ഞാൻ ഇച്ചിരി പൈസ നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പൈസയുടെ പലിശ എടുക്കാനായിട്ടാണ്. നമുക്ക് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ കണക്ക് 50,000 രൂപയെ തരത്തുള്ളൂ. നമുക്കിപ്പോൾ ഒരു 1,00,000 രൂപയുടെ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ 50,000 രൂപയെ ഒരു ദിവസം നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പല ദിവസം കയറി ഇറങ്ങിയാലേ ഈ 50,000 രൂപ വെച്ച് നമുക്ക് ആവശ്യമുള്ള പൈസ കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇവര് ഒരു കുഴപ്പമില്ല, സാമ്പത്തിക രംഗം ഭദ്രമാണെന്ന് മന്ത്രിമാര് പറയുമ്പോഴും ജനങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവം ഇതാണ്. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഈ ട്രഷറിയിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് സമ്പാദ്യം ആകർഷിക്കാനായിട്ട് സർക്കാർ പരസ്യം കൊടുക്കുകയും വാർത്ത സൃഷ്ടിക്കുകയും അങ്ങനെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും കയ്യിലുള്ള പൈസ ട്രഷറിയിൽ കൊണ്ട് നിക്ഷേപിക്കണം, ബാങ്കുകളിലേക്കായാലും കൂടുതൽ പലിശ അവർ തരുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതാണ് അവസ്ഥ. പലിശ കൂടുതൽ കിട്ടുമെങ്കിലും അത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താണ് ഇതിന്റെ ഗുണം? എന്താണ്? ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും, പക്ഷെ എടുക്കാൻ പറ്റത്തില്ല. ഒരു 50,000 രൂപ വരെ ഒരു ദിവസം എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഏതെല്ലാം ഭരണ സംവിധാനങ്ങൾ മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ട്രഷറിക്ക് ഇതുപോലെ നിയന്ത്രണം, അതായത് നമ്മുടെ നിക്ഷേപം പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിക്ഷേപത്തിന്റെ പലിശ പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടില്ല, ഏത് ഭരണം വന്നാലും. പക്ഷെ ഇതല്ല, അങ്ങ് നശിപ്പിച്ച് നാറാണക്കല്ലിട്ടിരിക്കുകയാണ്. അതിന്റെ അവസാനമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ഫണ്ട് കടം മേടിക്കാനായിട്ടുള്ള അനുവാദം തരണമെന്ന് പറഞ്ഞിട്ടുള്ള സമരം സുപ്രീം കോടതി. അതായത് സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് കൊടുത്താണ് സർക്കാരിന്റെ പൈസയിൽ ഭൂരിഭാഗവും ചെലവാകുന്നത്. ഓരോ കേസിനും സുപ്രീം കോടതിയിലേക്ക് പൊയ്ക്കോളുവാണ്. ഇപ്പം ഈ കടം വാങ്ങാൻ അനുവദിക്കണമെന്നും പറഞ്ഞ് സുപ്രീം കോടതി സമീപിച്ചിട്ട് സുപ്രീം കോടതി വിചാരിച്ചിട്ട് പോലും ഒരു സൊല്യൂഷനിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ. അപ്പം നമുക്ക് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂണിന്റെ ഇതിവൃത്തം. നമ്മൾ കുമാരനാശാന്റെ കരുണ എന്ന കാവ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ആശയം വരയ്ക്കുന്നത്. 10,000 കോടി രൂപ കടം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെന്റ് 5,000 കോടി രൂപയെ അനുവദിച്ചിട്ടുണ്ട്. അപ്പം കുമാരനാശാന്റെ കരുണയിൽ പറയുന്നത് ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീര് താശുന്നു എന്ന് യാചിച്ചുകൊണ്ട് കൈനീട്ടി വെള്ളം കോരി എടുക്കുമ്പോൾ കൈനീട്ടി നിൽക്കുന്ന ഒരു ഭിക്ഷാന്തേഹിയുടെ ഒരു വർണ്ണനയുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂണിനകത്ത് ഇതിവൃത്തമാക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിന്റെ റഫ് ഇതാണ്. വെള്ളം യാചിക്കുവാണ് നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനോട്.
കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീര് താശയെന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുകയാണ്.